ഈ കഴിഞ്ഞ പെരുന്നാളിന് ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും കൂടെ ഒരു ട്രാവലർ വിളിച്ച് ഒരു സിയാറത്ത് യാത്ര പുറപ്പെട്ടു. യാത്രക്കിടയിൽ കുട്ടികൾക്കൊരു വൈബാകട്ടെ എന്ന് കരുതി കടൽ കാണുക എന്ന തീരുമാനത്തിൽ കടൽക്കരയിലേക്ക് ഞങ്ങൾ യാത്രയായി. പോകുന്നതിനിടയിൽ കടൽക്കരയിൽ വാഹനങ്ങൾ നിർത്താനുള്ള ഏരിയയിലേക്ക് ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ ഞങ്ങൾ ട്രാവലർ മുന്നോട്ടെടുത്തപ്പോൾ അവിടെ ഏതോ ഒരു പരിപാടി നടക്കുന്നതിൻ്റെ ഭാഗമായി സ്റ്റേജ് സെറ്റിങ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സ്റ്റേജിനുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന ലോറി ആ വഴി തടസ്സപ്പെടുത്തി അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്താണ് വാഹനം പാർക്ക് ചെയ്യാനുള്ള ഏരിയ. ഡ്രൈവർ നേരെ മണൽപ്പരപ്പിലൂടെ വാഹനത്തെ ടേൺ ചെയ്തെടുത്തു. പക്ഷേ നിർഭാഗ്യവശാൽ വാഹനം മണലിൽ പൂണ്ടു. ഒരുപാട് പരിശ്രമിച്ചിട്ടും കരക്കയറ്റാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ആ സ്റ്റേജ് നിർമ്മാണം നടക്കുന്നിടത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ അപ്പോഴേ കൈകൊണ്ട് കാണിച്ചതാണ് അങ്ങോട്ട് എടുക്കല്ല എന്ന്. അവിടെ വാഹനം പൂളും, പിന്നീട് അത് കരകയറ്റണമെങ്കിൽ പ്രയാസമാണെന്ന്. അദ്ദേഹം അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. പിന്നീട് അവർ തന്നെ അവരുടെ ലോഡ് കയറ്റിയ വാഹനവുമായി വന്ന് കെട്ടിവലിച്ചിട്ടാണ് ഞങ്ങളുടെ വാഹനം ആ മണലിൽ നിന്ന് രക്ഷപ്പെട്ടത്. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് സലാമത്തായി യാത്രയായി. പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരുന്ന വാക്ക് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. അദ്ദേഹം പറയുന്നത്, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, ഞാൻ അപ്പോഴേ കഴിവുകൊണ്ട് കാണിച്ചതാണ് അങ്ങോട്ടെടുക്കല്ല എന്ന്. പക്ഷെ ഡ്രൈവർ ശ്രദ്ധിച്ചില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അശ്രദ്ധ ഞങ്ങൾ ഒരുപാട് സമയത്തെയും ഒരുപാട് പരിശ്രമത്തെയും അവിടെ ചിലവഴിക്കാൻ കാരണമാക്കിയിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അപകടങ്ങളെക്കുറിച്ച് നമുക്കറിയാത്ത മേഖലകളിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മെക്കൊണ്ട് നന്മ ഉദ്ദേശിക്കുന്നവർ നമ്മളോടിങ്ങനെ കാണിക്കും കൈകൊണ്ട് അങ്ങോട്ട് പോകല്ല എന്ന്. ചിലപ്പോൾ നമ്മളോട് പറയും, ഗുണദോഷിക്കും, ഉപദേശിക്കും. പക്ഷേ നമ്മൾ ചെയ്യുന്ന അശ്രദ്ധകൾ പിന്നീട് വലിയ അപകടങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. പലപ്പോഴും ലഹരിക്കടിമപ്പെടുന്നത്, തിന്മകളിലേക്ക് ആണ്ടുപോകുന്നത്, ജീവിതം തന്നെ നട്ടം തിരിഞ്ഞ് പിടുത്തം വിട്ട് പോയി എവിടെയോ എത്തിച്ചേരുന്നത് എല്ലാം ഇത്തരത്തിലുള്ള ഉപദേശങ്ങളെ, നിർദ്ദേശങ്ങളെ, സിഗ്നലുകളെ നമ്മൾ പരിഗണിക്കാത്തതിൻ്റെ പേരിലാണ്. ഏറ്റവും വലിയ അപകടം, ഇങ്ങനെ നമ്മൾ തിന്മകളിൽ വ്യാപൃതരായി ഈ ലോകത്ത് നിന്ന് യാത്രയായി പരലോകത്തെത്തുന്നൊരു ഘട്ടത്തിൽ നമ്മെ തിന്മകളിലേക്ക് വഴി നടത്താൻ നമ്മോട് കൂടെ വലിയ ഉത്സാഹം പറഞ്ഞ് നമ്മെ മോട്ടിവേറ്റാക്കി നമ്മെ അതിലേക്ക് കൈപിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോയിരുന്നവർ അവിടെ വെച്ച് കൈമലർത്തുന്നൊരു ഘട്ടമുണ്ട്. ഏറ്റവും വലിയ ശത്രുവാകുന്ന ഇബ്ലീസുലായി അവൻ തന്നെ അവിടെ നിന്ന് പറയുന്നൊരു സമയമുണ്ട്, ഞാൻ നിങ്ങളോട് എന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞില്ലല്ലോ എന്ന്. ഞാൻ നിങ്ങളോട് തിന്മകളെ കൊണ്ട് ഉപദേശിച്ചിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് വലിയ ഉത്സാഹങ്ങൾ തന്നിട്ടുണ്ട്, അവസരങ്ങൾ തന്നിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് എല്ലാ പ്രചോദനങ്ങളും ഞാൻ തന്നിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ നിങ്ങളോട് ആര് പറഞ്ഞു എന്നെ ഫോളോ ചെയ്യാൻ? നിങ്ങളോട് ആര് പറഞ്ഞു എന്നെ അനുസരിക്കാൻ? നിങ്ങൾക്ക് നേരായ വഴിയിലൂടെ പോയിക്കൂടായിരുന്നോ എന്ന് നമ്മെ കൈവിട്ടുകൊണ്ട് അവൻ പറയുന്നൊരു ഘട്ടമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ഭൗതികമായ ലോക ജീവിതത്തിൽ നമ്മെ ഉപദേശിക്കുന്നവർ, അവർ നമ്മുടെ ഗുണദോഷിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ അങ്ങോട്ട് പോയാൽ അതിൻ്റെ പിന്നിൽ നമ്മുടെ ജീവിതങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും നാശമടയാൻ കാരണങ്ങളുണ്ട് എന്നവർ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് എന്ന ബോധ്യത്തോടെ അവകളെ അനുസരിക്കാൻ നമുക്ക് കഴിഞ്ഞാലാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്. നമുക്ക് അറിയാത്ത ഒരുപാട് അപകടങ്ങളുടെ ചുഴികൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിൽ ഒരുപാടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അവകളെ അറിഞ്ഞും പഠിച്ചും അനുഭവിച്ചുമൊക്കെ പരിചയമുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. നമ്മൾ ചെറുപ്പമാകുമ്പോൾ പ്രായമുള്ളവർ അവരുടെ ജീവിതങ്ങളെ കൊണ്ട് ഒരുപാട് കണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞവരാണ്. അവരൊക്കെ നമ്മെ ഉപദേശിക്കുന്നത് തന്ത വൈബിൻ്റെ പേരിലല്ല, മറിച്ച് നമ്മെ രക്ഷപ്പെടണം, നമ്മളുടെ ജീവിതം പച്ചപിടിക്കണം, നമ്മൾ അപകടപ്പെട്ടു പോകരുത്, നശിച്ചു പോകരുത് എന്ന ചിന്തയിലാണ്. അങ്ങനെ പോസിറ്റീവായിട്ട് വിഷയങ്ങളെ കണ്ട് നന്മയിലൂടെ വഴി നടന്ന് ആഖിറത്തിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.